കുട്ടിക്കുറുമ്പന്മാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് സിംഹവും മുയലും. പണ്ട് പണ്ട് കിങ്ങിണിക്കാട്ടിൽ ഒരു വലിയ സിംഹരാജാവുണ്ടായിരുന്നു. വളരെ ക്രൂരനായ സിംഹരാജാവ് കാട്ടിലെ മൃഗങ്ങളെയെല്ലാം വേട്ടയാടി തിന്നിരുന്നു. കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം ഓടിച്ചു കടിച്ചു കീറി തിന്നുന്ന സിംഹരാജനെ പേടിച്ച് മൃഗങ്ങൾ ആരും പുറത്തിറങ്ങാതെയായി. ഒരു ദിവസം മൃഗങ്ങളെല്ലാവരും ഒരു മീറ്റിംഗ് നടത്തി. ക്രൂരനായ സിംഹത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചർച്ച നടത്തി. കുറുക്കനൊരു സൂത്രം പറഞ്ഞു. ഓരോ ദിവസവും ഓരോ മൃഗമായി സിംഹത്തിന്റെ ഗുഹയിലേക്ക് ആഹാരമായി പോവുക. അങ്ങനെയാണെങ്കിൽ സിംഹം മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കില്ലല്ലോ. അത് എല്ലാ മൃഗങ്ങളും അംഗീകരിച്ചു. മൃഗങ്ങളുടെ തീരുമാനം അറിയിക്കാൻ ചെന്നായ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകാൻ തീരുമാനിച്ചു. സിംഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു. അതൊരു നല്ല കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കിനി വേട്ടയാടി കഷ്ടപ്പെടേണ്ട. എന്റെ ആഹാരം എന്റെ മുന്നിലെത്തും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സിംഹരാജൻ പറഞ്ഞു. ശരി ശരി, നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. പക്ഷേ കൃത്യസമയത്തു തന്നെ എന്റെ ആഹാരം എന്റെ മുന്നിലെത്തണം. അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കൊല്ലും. ശരി രാജാവേ, ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്കു തന്നെ ആഹാരം അങ്ങയുടെ മുന്നിലെത്തും. ചെന്നായ വാക്കു പറഞ്ഞു. പിറ്റേ ദിവസമായി. ആദ്യത്തെ ഊഴം ഒരു മാൻകുട്ടിയുടേതായിരുന്നു. പാവം മാൻകുട്ടി പേടിച്ചു പേടിച്ച് സിംഹത്തിന്റെ അടുത്തെത്തി. സിംഹം അതിനെ കൊന്നു തിന്നു. രണ്ടാമത്തെ ഊഴം ഒരു സീബ്രയുടേതായിരുന്നു. സീബ്രയെയും സിംഹം കൊന്നു തിന്നു. അങ്ങനെ എല്ലാ ദിവസവും തങ്ങളുടെ ഊഴമനുസരിച്ച് ഓരോ മൃഗങ്ങളായി സിംഹത്തിന്റെ മുന്നിലെത്തി അതിന്റെ ആഹാരമായി. സിംഹത്തിനും കുശാലായി. വേട്ടയാടാതെ മേലനങ്ങാതെ എന്നും ആഹാരം കഴിച്ച് സിംഹം തടിച്ചു കൊഴുത്തു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കുഞ്ഞൻ മുയലിന്റെ ഊഴം വന്നെത്തി. തനിക്ക് വന്നു ചേർന്ന ഈ ആപത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നാലോചിച്ച് കുഞ്ഞൻ മുയൽ നടന്നു. ബുദ്ധിമാനായ മുയലിന് ഒടുവിൽ ഒരു സൂത്രം കിട്ടി. കുഞ്ഞൻ എന്ത് ചെയ്തെന്നോ? സിംഹത്തിന്റെ അടുത്ത് പോയതേയില്ല. കൃത്യസമയത്ത് ആഹാരം കിട്ടാതെ സിംഹം വിശന്നു വലഞ്ഞ് ദേഷ്യം കൊണ്ടു വിറച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞൻ മുയൽ സിംഹത്തിന്റെ അടുത്തെത്തി. ധിക്കാരി, നീ എവിടെ പോയി? വാക്കു തെറ്റിച്ചതുകൊണ്ട് എല്ലാത്തിനെയും ഇപ്പോൾ തന്നെ ഞാൻ കൊന്നു തിന്നും. സിംഹം ഗർജിച്ചു. അയ്യോ മഹാരാജാവേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ വരുന്ന വഴിയിൽ മറ്റൊരു സിംഹം എന്റെ വഴി തടഞ്ഞു. അവനാണ് ഈ കാട്ടിലെ രാജാവെന്ന് പറഞ്ഞു. കുഞ്ഞൻ മുയൽ പറഞ്ഞു. ഈ കാട്ടിൽ മറ്റൊരു രാജാവോ? ആരാണവൻ? എവിടെയാണവൻ താമസിക്കുന്നത്? സിംഹം ചോദിച്ചു. മലയോരത്തുള്ള പൊട്ടക്കിണറ്റിലാണ് അവന്റെ താമസം മഹാരാജാവേ. അങ്ങ് വരികയാണെങ്കിൽ ഞാൻ കാണിക്കാം. അങ്ങനെ കുഞ്ഞൻ മുയലും സിംഹവും കൂടി പൊട്ടക്കിണറിന്റെ അടുത്തെത്തി. അവൻ ഇതിനുള്ളിലുണ്ട് മഹാരാജാവേ, കിണറിലേക്ക് നോക്കിക്കോളൂ, കുഞ്ഞൻ പറഞ്ഞു. സിംഹം കിണറിനകത്തേക്ക് നോക്കി. തന്റെ പ്രതിബിംബം കണ്ട് അത് മറ്റൊരു സിംഹമാണെന്ന് മണ്ടൻ തെറ്റിദ്ധരിച്ചു. ഗർ! സിംഹം ഉച്ചത്തിൽ ഗർജിച്ചു. ഗർ! കിണറിൽ നിന്നും പ്രതിധ്വനി മുഴങ്ങി. ദേഷ്യത്തോടെ സിംഹം കിണറിനകത്തേക്ക് ഒറ്റച്ചാട്ടം. കിണറിനകത്ത് വേറെ സിംഹമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആ മണ്ടൻ സിംഹം കിണറിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ബുദ്ധിമാനായ നമ്മുടെ കുഞ്ഞൻ മുയൽ ഈ വാർത്ത പറയുവാനായി തന്റെ കൂട്ടുകാരുടെ അടുത്തെത്തി. മണ്ടൻ സിംഹത്തിനെ തോൽപ്പിച്ച മുയലിനെ എല്ലാ മൃഗങ്ങളും അഭിനന്ദിച്ചു.
അവരെല്ലാവരും സന്തോഷത്തോടെ വളരെ കാലം കിങ്ങിണിക്കാട്ടിൽ ജീവിച്ചു. ഈ കഥയുടെ ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? ശക്തിയിലല്ല, ബുദ്ധിയിലാണ് കാര്യം.